ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ അനു ശ്രീനാഥ്. ഇന്നത്തെ വീഡിയോ വന്നത് ഒരു ബീറ്ററിൻ്റെ യൂസുമായിട്ടാണ് കേട്ടോ. ബീറ്റർ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ വേറൊരു ഉപയോഗം കൂടിയുണ്ട്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സാധാരണ നമ്മളെല്ലാവരും ബീറ്ററിൻ്റെ ഈ 2 ഹുക്ക് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട ബീറ്റ് ചെയ്യാനും ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് 2 ഹുക്ക് കൂടി കിട്ടുന്നുണ്ട് ബീറ്ററിൻ്റെ കൂടെ. ഈ ഹുക്ക് ഫിക്സ് ചെയ്യുന്നത് കൂടി വേഗം ഒന്ന് കാണിച്ചേക്കാം. ഈ 2 ഹോളിലാണ് നമ്മൾ ഹുക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഈ ഹോളിലേക്ക് കയറ്റി അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു വെട്ടുണ്ടാവും. അത് ആ വെട്ട് അതിൽ വീഴുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും. ചെറിയൊരു വെട്ട് അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അక్కడ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ ഫിക്സ് ആയെന്ന്. അങ്ങനെ 2 ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇത് ഊരി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിൽ ഈ ഹാൻഡിൻ്റെ പോർഷനിലൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേന്ന് ആ ഹുക്കങ്ങ് വലിച്ചൂരി എടുത്താൽ മതിയേ. ഇതേപോലെ ഞാനിവിടെ അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഹുക്ക് ഇങ്ങോട്ട് വലിച്ചൂരി എടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ഒരുപാട് പേർക്ക് പുതുതായിട്ട് വാങ്ങുന്നവർക്കൊക്കെ ഡൗട്ടുണ്ട്, അതുകൊണ്ട് കാണിച്ചതാണ്. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ പരിപാടി. ഈ 2 ഹുക്ക് കൂടി നമുക്ക് ബീറ്ററിൻ്റെ കൂടെ കിട്ടും. ഇതിൻ്റെ പേര് നീഡിങ് ഹുക്ക് എന്നാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച 2 ഹുക്കും നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നീഡിങ് ഹുക്ക്. അപ്പോൾ ഈ ഹുക്ക് ഉപയോഗിച്ച് നമുക്കുള്ള എളുപ്പ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചപ്പാത്തിയുടെ മാവ്, പൊറോട്ടയ്ക്കുള്ള മാവ്, കുബൂസിനുള്ള മാവ്, അല്ലെങ്കിൽ പിസയ്ക്കുള്ള മാവ്, നാനിനുള്ള മാവ്, ഇതൊക്കെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യാം. ഈ മാവൊക്കെ കുഴയ്ക്കാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് നേരം കുഴച്ച് കഴിയുമ്പോൾ കൈ വേദന എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഈ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴയ്ക്കാൻ മടിയായിട്ടും ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. ഞാനും ഏകദേശം ആ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. എനിക്ക് ഭയങ്കര മടിയാണ് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിക്കാം. ഒരു വലിയ പാത്രം എടുക്കുവാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിച്ചങ്ങനെ പോകത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുകയല്ല ചെയ്യണം. കുഴച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഒരു കൈ കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരു കൈ കൊണ്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചാലോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേ സെയിം ടൈമിൽ തന്നെ ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നമുക്ക് കുറേ ദിവസത്തേക്കുള്ളത് കുഴച്ചിട്ട് വേണേൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ. അപ്പോൾ ഒരുമിച്ച് ഇത് വെച്ച് നമുക്ക് കുഴച്ചെടുത്ത് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി. പിന്നെ ഓരോ ദിവസവും ആവശ്യത്തിനെടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അതും നല്ല എളുപ്പ പരിപാടിയല്ലേ. ഇപ്പോൾ ഞാൻ വെള്ളം ഒന്നുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 3 വട്ടമായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും സൈഡിലൊക്കെ കുറച്ച് പൊടി ഇരിപ്പുണ്ടല്ലോ എന്നല്ലേ. അത് കുറച്ച് നല്ലതുപോലെ ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് തൂത്തുകൂട്ടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി നീഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ. അത് നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. പിന്നെ ഇടയ്ക്ക് മാവൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുമ്പോൾ കൈ പറ്റാതിരിക്കണമെങ്കിൽ ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ബീറ്ററിൻ്റെ അറ്റത്തും വേണമെങ്കിൽ ഇത്തിരി എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ബീറ്ററിലോട്ടും പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഉരുട്ടി ഒന്ന് വെച്ചാൽ മതി. ജസ്റ്റ് സൈഡൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് ഉരുട്ടി കിട്ടുമല്ലോ. ജസ്റ്റ് കയ്യിലൊന്ന് എണ്ണ തൂത്തിട്ട് ചുമ്മാ ഒന്ന് ഉരുട്ടി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എത്ര മാവ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പണി എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈഫിൽ എളുപ്പമാകുന്ന സിമ്പിൾ ടിപ്സുമൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഹെൽപ്ഫുള്ളാന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും കേട്ടോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സീ യു, താങ്ക് യു, ലവ് യു ഓൾ.